മലയാള സിനിമയ്ക്ക് ഒരുപാട് അഭിനേതാക്കളെയും അഭിനേത്രികളെയും സമ്മാനിച്ച സംഘടനയാണ് കൊച്ചിൻ കലാഭവൻ. കലാഭവനിൽ നിന്നും മിമിക്രിയിലൂടെ മലയാള സിനിമയിലെത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരമാണ് ജയറാം. 1988 പുറത്തിറങ്ങിയ അപരനിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടൻ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമാണ്. കൈരളി ചാനൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച അനുഭവമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വൈറലാവുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ നവംബറിൽ ജയറാം സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമാകുന്നത്. അഭിനയത്തിനൊപ്പം ചെണ്ടയും തന്റെ പ്രൊഫഷന്റെ ഭാഗമായി കൊണ്ടുനടക്കുന്നയാളാണ് ജയറാം. 25 വർഷങ്ങൾക്ക് മുൻപ് കൈരളി ചാനലിന്റെ ഉദ്ഘാടന വേദിയിൽ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ചെണ്ട കൊട്ടിയതെന്നും താരം പറഞ്ഞിരുന്നു. അന്നത്തെ പരിപാടിക്ക് ശേഷമാണ് ചെണ്ട എന്ന കലയെ പ്രൊഫഷനായും കൊണ്ടുപോകാമെന്ന് താൻ മനസ്സിലാക്കിയതെന്നും താരം പറയുന്നു. അന്ന് ആ വേദിയിൽ ചടങ്ങിന്റെ തലേദിവസം റിഹേഴ്സൽ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്നും ചെണ്ടക്കോൽ തെറിച്ചു ദൂരേക്ക് വീണു. ഒരാൾ അതെടുത്ത് എനിക്ക് തന്നിട്ട് മുറുകെ പിടിച്ചോളൂ, കളയണ്ട, എന്റെ പേര് പിണറായി വിജയൻ എന്നാണെന്ന് എന്നോട് പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും മികച്ചൊരു തുടക്കമായിരുന്നു അത് എന്ന് ജയറാം പറയുന്നു. 1996 പുറത്തിറങ്ങിയ തൂവൽ കൊട്ടാരത്തിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ ജയറാം തമിഴ് ചിത്രമായ തെന്നാലിയിലൂടെ 2 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനും അർഹനായിട്ടുണ്ട്. അതുല്യ സംവിധായകനായ പത്മരാജൻ ചിത്രങ്ങളായ അപരൻ, മൂന്നാം പക്കം, ഇന്നലെ തുടങ്ങിയവയിലൂടെയാണ് ജയറാമിലെ നടനെ മലയാളി പ്രേക്ഷകർ തിരിച്ചറിയുന്നത്. അടുത്ത കാലത്തിറങ്ങിയ സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളിലും ജയറാം ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്തിരുന്നു. ശങ്കറിന്റെ ഗെയിം ചേഞ്ചറിലെ അഭിനയത്തിന് താരം ട്രോളുകൾ ഏറ്റുവാങ്ങിയെങ്കിലും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയുടെ 2ാം ഭാഗത്തിലൂടെ മികച്ച വേഷം കൈകാര്യം ചെയ്ത് കയ്യടി നേടാനും താരത്തിന് കഴിഞ്ഞു.